എനിക്ക് മലയാളം ഇഷ്ട. മണിക്കുട്ടിയെയും ഏഞ്ചലിനെയും പഠിപ്പിക്കാനായി മാഷ് എത്തുന്നു. ഏഞ്ചലിന് ഇഷ്ടാണെങ്കിൽ എനിക്ക് മലയാളം ഇഷ്ട. മാഷിന്റെ കാര്യത്തിൽ ഒരു കുറവും സംഭവിക്കരുതെന്ന് പറഞ്ഞ് വല്യേട്ടനെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. മാഷിനെ സാമ്പത്തികമായി സഹായിക്കാമെന്ന വാഗ്ദാനങ്ങൾ കൊടുത്ത് വശത്താക്കുന്ന ആതിര. ശരി, ആയിക്കോട്ടെ. ആ ശരി. നമ്മളൊന്ന് താഴ്ന്നു നിന്ന് കൊടുത്ത തലേ കയറിയങ്ങ് നേരങ്ങും. കുറച്ചുകൂടി തന്റെ ഇടത്തോടെ കാര്യങ്ങളെ നേരിടാൻ കനിയെ അമ്പിളിക്കുട്ടനും ഹരിയും ഉപദേശിക്കുന്നു. തുടർന്ന് കാണുക. എല്ലാവരും ഭക്ഷണം കഴിച്ചോ മോളെ? എങ്ങനെയുണ്ട് ഇവിടെ? മോക്ക് ഇഷ്ടായില്ലേ? ഇഷ്ടമായ മണിക്കുട്ടിയും ഏഞ്ചലും എല്ലാ രീതിയിലും സന്തോഷത്തിലാണ്. മോളുടെ ഈ വാക്കുകളിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ആതിരയുടെ വാക്കും പ്രവൃത്തിയും മോളെ വേദനിപ്പിക്കുന്നുണ്ടെന്നറിയാം. പക്ഷേ മോൾ അതൊക്കെ ഉള്ളിലൊതുക്കി കഴിയുന്നു. വേറൊരാളായിരുന്നെങ്കിൽ ഒന്നിനെ 10 പെരുപ്പിച്ച് ഹരിയോട് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയേനെ. മോൾ ഇപ്പം കാണിക്കുന്നത് നല്ലൊരു ശീലമാണ്. ഉത്തമയായ ഭാര്യയുടെ കടമ. ഏറ്റവും നല്ല ആയുധമാണ് ക്ഷമ. ക്ഷമിക്കാൻ കഴിയുന്ന മനസ്സുകളിൽ ഈശ്വര സാന്നിധ്യമുണ്ടാകും. പണ്ട് ആനി ഉണ്ടായിരുന്നപ്പോഴും ഇതേപോലെ ആയിരുന്നു. ക്ഷമയും സഹനവും ആവോളം ഉണ്ടായിരുന്നു. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നൊരു മനസ്സും. ആരും ആർക്കും ഒരു പകരമല്ല. എങ്കിലും കനി ഇവിടെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഞാനിപ്പോ ഒരു മകളുടെ സാന്നിധ്യം അറിയുന്നുണ്ട്. സാധാരണ ജോലിക്കാരി വന്നാണ് ഓരോന്ന് ചെയ്യുന്നതും കാര്യങ്ങൾ നോക്കുന്നതും. അതൊക്കെ ഒരു വഴിപാട് പോലെയാ. ആതിര ഇവിടെ തന്നെ ഉണ്ട്. അവളുടെ എന്തെങ്കിലും കാര്യത്തിനല്ലാതെ അവൾ ഈ മുറി കയറില്ല. എല്ലാം ഈശ്വര നിശ്ചയങ്ങളായേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞങ്ങ് കാട് കയറി. മോള് പോയി കിടന്നോളൂ. അല്ല അച്ഛൻ? ഞാൻ കിടക്കാൻ ഇനിയും സമയമാകും. മോള് പോയിക്കോളൂ. അച്ഛൻ കിടന്നു. അച്ഛൻ വല്ലതും പറഞ്ഞോ കനിയോട്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്തേ? ഏയ് ഒന്നുമില്ല, ചോദിച്ചെന്നുള്ളൂ. ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെ അല്ല, അച്ഛന് കനി വലിയ കാര്യമാ. അതെനിക്കറിയാം. പിന്നെ ആതിര കനിയെ പല രീതിയിലും കുത്തി നോവിക്കുന്നുണ്ടല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല. ഉണ്ട്. കനി അവള് കുറച്ചു മുമ്പ് പുകഴ്ത്താൻ നോക്കിയത് ഞാനുള്ളതുകൊണ്ട് മാത്രം. പിന്നെ അവളുടെ പൊള്ളത്തരം അപ്പൊ തന്നെ അമ്പിളിക്കുട്ടം പൊളിക്കുകയും ചെയ്തു. എനിക്കൊന്നിലും ഒരു പരാതിയില്ല. കനി, നീ ഇത്രയ്ക്ക് പാവമാവരുത്. സൂചി കയറ്റാൻ ഇടം കിട്ടിയാൽ അവിടെ തൂമ്പ കയറ്റുന്ന കൂട്ടര ചുറ്റും. കുറച്ച് തന്റെ ഇടക്ക് ആവാം. തിരുമുറ്റത്തെ ഹരിനാരായണന്റെ ഭാര്യ കനി. ആ ഒരു ബോധത്തിലാവണം പെരുമാറേണ്ടത്. അഹങ്കാരമാവരുത്, അഹംബോധമാവാം. എന്നുവെച്ചാൽ നമ്മൾ ആരാണെന്നുള്ള ബോധം ഉള്ളിലുണ്ടാവണം. ആ മോളെ, കിടക്കാം. കിടക്കാം. വാ ഉറങ്ങ. മോളിന്ന് എവിടെ കിടക്കുന്നത്? ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നു. ഗുഡ് നൈറ്റ്.
വേണം. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇത്തിരി കടുപ്പിച്ച് തന്നെ ചെയ്യണം. ചെറിയ പണിയൊന്നും ഏറ്റെന്ന് വരില്ല. എന്നാലും ദേ ആതിരെ, ഇങ്ങനെ പതറി നിന്നാലൊന്നും ശരിയാവില്ല കേട്ടോ. ഇതിനേക്കാൾ വലിയ കൊനിഷ്ടുകളൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പിന്നാണോ ഇത്? കൂടുതലൊന്നും ആലോചിക്കണ്ട. ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്താ മതി. ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. എന്താ അതിന്? കുന്തം, നിങ്ങൾ ഇതുവരെ ഉറങ്ങിയില്ലേ? ഞാൻ നല്ലതുപോലെ ഉറങ്ങിയതായിരുന്നു. എന്നെ ആരും വിളിച്ച പോലെ തോന്നുന്നു. ആതിരെ വിളിച്ചോ? സാധാരണ വെടി പൊട്ടിയാ പോലും അറിയാത്ത ഒരാളാ. ഞാൻ ഫോണിൽ സംസാരിച്ചല്ലോ, നിങ്ങൾ കേട്ടോ? ഏയ്, ഞാനൊന്നും കേട്ടില്ല. എന്നാ കിടന്ന് ഉറങ്ങിക്കോ. അയ്യോ, വാസ്കോഡ ഗാമ. ഇത്രയും മതി. ഇനി നമുക്ക് പ്രകൃതിയെക്കുറിച്ച് പഠിക്കാം. മക്കളെ, മരങ്ങളെ നമ്മൾ സ്നേഹിക്കണം. മരങ്ങളില്ലെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കില്ല? പഴം. ആ, പഴമല്ല മണിക്കുട്ടി, മഴ. ആ, മരങ്ങളാ മഴ തരുന്നത് അല്ലേ പക്ഷേ? അതെ അതെ. അത് നേരാ. പള്ളിമുറ്റത്തെ ഒരു മരമുണ്ട്. ആഹാ, അത് കുലുക്കുമ്പോഴേ മഴ പെയ്യും. എന്ത് രസാന്നറിയോ? അത് മരത്തുള്ളിയാണോ മണിക്കുട്ടി? മഴയെക്കുറിച്ച് ഒരുപാട് പാട്ടുകളുണ്ട്. ഒരു പാട്ട് മാഷ് പാടാം. പാട് പാട്. എനിക്ക് പാട്ട് ഒത്തിരി ഇഷ്ടാ. ദേ, ഈ തെറ്റാലിക്കും മഴയെ കുറിച്ചുള്ള പാട്ട് ഒത്തിരി ഇഷ്ടാ. മണിക്കുട്ടി, ഏഞ്ചലിനെ പോലെ മണിക്കുട്ടിക്കും ഒരു നല്ല കുട്ടിയാവണ്ടേ? ഞാൻ നല്ല കുട്ടിയാണല്ലോ. ആ, തെറ്റാലി കൈവയ്ക്കുന്ന ഒരു കുട്ടിയും നല്ല കുട്ടികളല്ല. അതുകൊണ്ട് മണിക്കുട്ടി ആ തെറ്റാലിക്ക് താഴെ വെച്ചേ. നമുക്ക് പഠിത്തമല്ലേ വലുത്. ഇനി നമുക്ക് എന്തെല്ലാം പഠിക്കാൻ കിടക്കുന്നു. ആ തെറ്റാലി ഞാൻ അല്ലേ താഴെ വെക്ക്. ഇല്ല മണിക്കുട്ടി, തെറ്റാലി താത്തിച്ചേ. ആഹാ, അപ്പോ ഏഞ്ചല് പറഞ്ഞാൽ മണിക്കുട്ടി അനുസരിക്കും അല്ലേ? ആ, ഏഞ്ചലെന്ന് മാത്രമല്ല, ആര് പറഞ്ഞാലും അനുസരിക്കണം. അതാണ് നല്ല കുട്ടികളുടെ ലക്ഷണം. അതിന് മണിക്കുട്ടി അനുസരിക്കില്ല പക്ഷേ. പെട്ടെന്നൊരു ചായ എടുത്തേ. ആർക്കാ? ആളും ജാതകവും ഒക്കെ അറിഞ്ഞാലേ ചായ എടുക്കുള്ളൂ. അതല്ല, ഓരോരുത്തർക്കും ഓരോ രീതിയില്ലേ. ചിലപ്പോ മധുരം വേണ്ടെങ്കിലോ? ഏഞ്ചലിനെ പഠിപ്പിക്കാൻ വന്ന മാഷിനാ. ആ, കഴിഞ്ഞ ദിവസം ചായ എന്ന് പറഞ്ഞ് എനിക്ക് തന്ന കലക്കവെള്ളം പോലെ ആവരുത്. നല്ല ഒന്നാം തരം ചായ ആയിരിക്കണം. പെട്ടെന്നാവട്ടെ. ആ, ഞാൻ പറയുന്ന വാക്കുകൾ തെറ്റുകൂടാതെ എഴുതണം. മാഷെ, എനിക്ക് ബുക്കില്ല. ഞാനേ ഏഞ്ചലിന്റെ ബുക്കിൽ എഴുതട്ടെ. മണിക്കുട്ടി, പറയണേ കേക്ക്. അങ്ങോട്ട് മാറിയിരിക്കായി, ശല്യപ്പെടുത്താതെ. ആ, നീ മാറിയിരി. ഡാ ഡാ, ഇത് കണ്ടല്ലോ, ഇതേപോലെ തന്നെ എഴുതണം. ആ, നീ എഴുത്. എഴുതണോ? എഴുത്. ആ, പേന നേരെ പിടിച്ചേ. ആ ആ ആ, ഞാൻ അങ്ങോട്ട് ഉരുട്ടി എഴുതിക്കേ. ആ ആ, മാഷേ, ബുക്ക് നോക്കി എഴുത്. ചായ. അയ്യോ, ചായ ഇപ്പൊ വേണ്ടായിരുന്നു. ഇവരോട് വായിട്ടളിച്ച് മാഷ്ട വായിലെ വെള്ളം വറ്റി കാണില്ലേ? ചായ കൂടി മാഷേ. അതിന് ശേഷമുള്ള പഠിപ്പിക്കലൊക്കെ മതി. അയ്യോ, ഒരു മിനിറ്റേ. ശരി. ഹലോ,
ഈശ്വരാ, അച്ഛാ, അച്ഛാ, കല്ലുകൊണ്ടതാണല്ലോ. അച്ഛാ, വലിയ മുറിവാണെന്നാ തോന്നുന്നത്. അയ്യോ, ആരത് ചെയ്തു? ശ്ശോ. ഇവിടെ കല്ലുകൊണ്ട് കളിക്കുന്ന ആരാ? മണിക്കുട്ടി തന്നെ. ഞാനോ? എടി കുരുത്ത കിട്ടവളെ, നീ എന്റെ അച്ഛനെ തെറ്റാലി കൊണ്ട് അടിച്ചല്ലേ? ഞാൻ അടിച്ചില്ല. ഇവൾക്ക് ഭ്രാന്ത് മൂത്തൊക്കെ പിടിച്ച് ചങ്ങല കിട്ടണം. എങ്ങനെ തോന്നിയടി കുട്ടി പിശാചെ, പാവം എന്റെ അച്ഛനെ ദ്രോഹിക്കാൻ. അതിന് നിന്റെ നാവ് നടക്കാതെ. അച്ഛന് നല്ല മുറിവുണ്ട്, വേഗം ആശുപത്രി കൊണ്ടുപോകണം. ശാന്തി, നീ ഡ്രൈവറോട് വേഗം വണ്ടി എടുക്കാൻ പറ. ശരി സാറേ. അച്ഛാ, അച്ഛാ, കുഴപ്പമൊന്നുമില്ല, നമുക്കിപ്പോ ആശുപത്രി പോവാം. അതിന് നീ പിടിക്കും. അയ്യോ, അച്ഛാ, അച്ഛാ, അച്ഛന്റെ ബോധം പോയി. അച്ഛന് പേടിയാവുക. അച്ഛാ, നീ പിടി, നമുക്ക് ആശുപത്രി കൊണ്ടുപോകാം. യാ, അത് കൺഫേമാണ്. അവിടെ ലാഭനഷ്ടങ്ങളല്ല നോക്കേണ്ടത്, കമ്പനിയുടെ റെപ്യൂട്ടേഷനാണ് പ്രധാനം. അതെ, ആ നഷ്ടം സഹിച്ചല്ലേ പറ്റൂ. ശരി, ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം. ബൈ. മേ കമിൻ? യെസ്. ഈ ഫയലിൽ സൈൻ ചെയ്തിട്ടില്ലല്ലോ. ഞാനൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാ കണ്ടത്. ഓ, സോറി. ആ, ഇന്നേ വരെ ഇങ്ങനൊരു ഫോൾട്ട് സംഭവിക്കാത്തതാ. കല്യാണശേഷം അല്ലറ ചില്ലറ മിസ്സിങ്ങുകളൊക്കെ സംഭവിക്കുന്നുണ്ട്. പേടിക്കണ്ട, ഞാനുള്ളപ്പോ ഹരിയേട്ടന് ഒരു വീഴ്ചയും സംഭവിക്കില്ല. ചെല്, ഇത് ഇന്ന് തന്നെ അയക്കണം. ഉം. ഹലോ. എപ്പോ? ഓ മൈ ഗോഡ്, ഞാൻ എത്തി. എന്താ പ്രശ്നം? അത് അച്ഛൻ ഹോസ്പിറ്റലാണെന്ന്. എനിക്ക് ഉടനെ അവിടെ എത്തണം. അതിന് നീ ഒരിടത്തങ്ങ് ഇരിക്കാദ്യം. ദേ മനുഷ്യ, തല പൊട്ടി ചോര ഏൽപ്പിച്ച് കാഷ്വാലിറ്റി കൊണ്ട് കയറ്റിയതേ എന്റെ അച്ഛനെയാ. എനിക്കതില് ദണ്ണവും വെപ്രാളവും ഉണ്ട്. എനിക്ക് ഇരിപ്പുറക്കില്ല. എങ്കിൽ പിന്നെ നീ ഇവിടെ കിടന്നോട്. പിന്നല്ലാതെ ഞാനെന്ത് പറയാനാ? ഇന്ന് രണ്ടിലൊന്ന് അറിയണോ എനിക്ക്. എല്ലാവരും വിവരം അറിയിച്ചിട്ടുണ്ട്. അവരൊക്കെ ഒന്ന് വന്നോട്ടെ. കണ്ട തെരുവ് തണ്ടികളെയൊക്കെ വല്യേട്ടൻ വീട്ടിൽ കൊണ്ടുവന്ന് കയറ്റിയത് അച്ഛനെ കൊല്ലാൻ വേണ്ടിയായിരുന്നു എന്ന് ഇന്ന് എനിക്കറിയണം. അതിന് അച്ഛനൊന്നും സംഭവിക്കില്ല. മണിക്കുട്ടിക്കൊരു അബദ്ധം പറ്റിയതാവും. അച്ഛൻ അവളോട് ക്ഷമിച്ചു കഴിഞ്ഞ പ്രശ്നം തീർന്നില്ലേ? നിങ്ങളുടെ അച്ഛനൊന്നും അല്ല ലോകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതും ഇതിനപ്പുറവും പറയാനാവും. അച്ഛൻ ക്ഷമിച്ചാലും ഞാനോ എന്റെ ആങ്ങളമാരോ ആ പൊട്ടിപ്പെണ്ണിനോട് ക്ഷമിക്കാൻ പോകുന്നില്ല. തലയ്ക്ക് വെളിവില്ലാത്തതിനെയൊക്കെ കൊണ്ടുപോയി ഭ്രാന്താശുപത്രി ഇടണം. അതിന് അങ്ങനെയൊന്നും പറയില്ലേ, ദൈവകോപം ഉണ്ടാവും. നിങ്ങൾ ഇവരെ ന്യായീകരിക്കാൻ നോക്കാണോ? തെറ്റാലി കഴിവുണ്ടാ ആള് തീരാൻ അത് പോരെ? പ്രായമായ മനുഷ്യന് തലച്ചോറ് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടാവും. ഏതെങ്കിലും വലിയ ന്യൂറോയെ കൊണ്ടുപോയി കാണിച്ചാൽ പോലും അച്ഛനെ തിരികെ കിട്ടിയെന്ന് വരൂ. വല്യേട്ടൻ ഒറ്റ ഒരാളാ ഇതിനൊക്കെ കാരണക്കാരൻ. അച്ഛൻ എന്താ പറ്റിയത്? കൊല്ലാൻ നോക്കി. കൊല്ലാൻ നോക്കിയെന്നോ? ആര്? ദേ നിൽക്കുന്നു, പോയി ചോദിക്കങ്ങോട്ട്. കനി, എന്താ ഉണ്ടായത്? അവള് പറയില്ല. മണിക്കുട്ടിയെ കുറ്റപ്പെടുത്താൻ ആ നാവ് പൊങ്ങോ? ഇല്ലല്ലോ. വെല്ലുളിയ, അത് പിന്നെ മണിക്കുട്ടിയുടെ തെറ്റാലിന്ന് തെറിച്ച കല്ല് അച്ഛന്റെ തലയെ കൊണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഞാൻ പറയുന്നതോ? അങ്ങനെ തന്നെയാ സംഭവിച്ചത്. കണ്ട കാക്കയും പ്രാവനെയും ഒക്കെ തെറ്റാലി കൊണ്ട് അടിച്ച് ശീലിച്ചവരല്ലേ. ആ പൊട്ടിപ്പെണ്ണിന് ഉന്നം വെക്കാൻ നമ്മുടെ അച്ഛന്റെ തലയെ കണ്ടുള്ളൂ. ചട്ടി പൊട്ടുന്ന പോലൊരു ശബ്ദവും ഞാൻ കേട്ടത്. ഞാൻ വന്ന് നോക്കുമ്പോ അച്ഛൻ ചോരയെ കുളിച്ച് നിൽക്കുക. ഇത് അച്ഛനെ കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്തതാ. അട്ടെ പിടിച്ച് മെത്തെ കിടത്തിയതിന് വല്യേട്ടൻ സമാധാനം പറഞ്ഞേ പറ്റൂ. ആദരേ,
മണിക്കുട്ടി അച്ഛന്റെ തലയെറിഞ്ഞു പൊട്ടിച്ചെന്നോ? എന്നിട്ട് അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ബുദ്ധിയില്ലെങ്കിലും ആ പൊട്ടിപ്പെണ്ണിന് നല്ല ഉന്നമാണല്ലോ. അതിനി പറഞ്ഞിട്ട് എന്താ കാര്യം? വളർത്തുദോഷം എന്നൊക്കെ പറയുന്നത് ഇതിനെയാണ്. ജാത്യാലുള്ളത് തൂത്താ പോവില്ലല്ലോ. സ്റ്റെഫി, നിർത്ത്. അതെങ്ങനെ? എന്തു കുറ്റം ചെയ്താലും അവരെ ഒന്ന് ശകാരിക്കാൻ പോലും വലിയേട്ടന്റെ നാവ് പൊങ്ങില്ലല്ലോ. കനി, കണ്ടോ? അവളുടെ കള്ളക്കണ്ണീര് കണ്ടപ്പോ വലിയേട്ടന്റെ ഉള്ളു പടഞ്ഞത് കണ്ടോ? അകത്ത് രക്തം വാർന്നൊരു മനുഷ്യൻ കിടപ്പുണ്ട്. അത് ഓർത്ത് വലിയേട്ടൻ ഇപ്പൊ ഒരു വിഷമവും ഇല്ലാതായി അല്ലേ? വലിയേട്ടൻ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഡോക്ടർ ഒന്ന് പുറത്ത് വന്നോട്ടെ. അച്ഛന്റെ അവസ്ഥ എന്താന്നറിഞ്ഞിട്ട് ഇനി എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാം. ഇനി ഇവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെന്ന് ദൈവത്തിനറിയാം. എന്റെ തനുജ, നീ ഇങ്ങനെ നാക്കെടുത്ത് വിളക്കാതെ. സംഭവം അത്രയ്ക്ക് സീരിയസ് ആണെന്നല്ലേ അറിഞ്ഞത്? തെറ്റാലിക്ക് അടികൊള്ളുന്ന ഒരാള് ജീവനോടെ ഇരിക്കൂ? ദേ നോക്ക്, വല്യേട്ടൻ കനിയോടും മണിക്കുട്ടിയോടും അയഞ്ഞെന്ന് വരും. ആപത്ത് പറ്റിയിരിക്കുന്നത് നിങ്ങളുടെ അച്ഛനാ. തൊട്ട് താഴെയുള്ള ആളായതുകൊണ്ട് സൂര്യേട്ടൻ ഇവിടെ കുറ്റപ്പെടുത്താനും ശിക്ഷിക്കാനുമുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട്. ഈ ഒരു കാരണം മാത്രം മതി തിരുമുറ്റത്ത് നിന്ന് കനിയെയും മണിക്കുട്ടിയും പുറത്ത് ചാടിക്കാൻ. അത് മറക്കണ്ട. നീ വരുന്നില്ലേ? പിന്നെ വരാതെ. അച്ഛന്റെ കാര്യം ഓർത്തിട്ട് എന്റെ നെഞ്ചു പിടയോ? അതെ സിസ്റ്റർ, എന്താ? തിരുമുറ്റത്ത് നാരായണൻ തമ്പി എന്നൊരാളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? എന്ത് പറ്റിയ ആളാ? തലയ്ക്ക് മുറിവ് പറ്റിയ ഒരാളെ. കാഷ്വാലിറ്റിയിലുണ്ട്. ഓ, കാഷ്വാലിറ്റിയില്ല. എന്താ പറ്റി? സൂര്യേട്ടാ, നമ്മുടെ അച്ഛൻ, ഞാൻ പൊന്നുപോലെ നോക്കിയ നമ്മുടെ അച്ഛന് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ. എന്റെ ഈശ്വര, തെറ്റാലി കൊണ്ടുള്ള ഒരൊറ്റ അടിക്കും ആ പൊട്ടിപ്പെണ്ണ് നമ്മുടെ അച്ഛനെ വീഴ്ത്തിക്കളഞ്ഞു. ഇത് കരുതി കുട്ടി ചെയ്തതാ. എന്നെയോ ഈ നിൽക്കുന്ന മനുഷ്യനെയോ ഉന്നം അതായിരിക്കും സംഭവിച്ചത്. അവിടെ നമ്മുടെ അച്ഛനെ, അച്ഛൻ എന്ത് ദ്രോഹം ഇവരോട് ചെയ്തേ. വല്യേട്ടാ, ഈ രണ്ടാം കെട്ട് തീക്കളിയാണെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. ഈ പോക്ക് അത്ര നല്ലതിനല്ല. സൂര്യ, അച്ഛനൊരു പരിക്ക് പറ്റി. ചിലപ്പോൾ അത് മണിക്കുട്ടിയുടെ കയ്യബദ്ധം കൊണ്ടായിരിക്കാം. കയ്യബദ്ധോ? ഏഞ്ചലിന്റെ തലയാണ് അവൾ അടിച്ചു പൊട്ടിച്ചിരുന്നെങ്കിൽ വല്യേട്ടൻ ഇങ്ങനെ തന്നെ പറയുമായിരുന്നോ? സൂര്യ, പെട്ടെന്നുള്ള വികാരം കൊണ്ട് നിയന്ത്രണം വിട്ട് നീ ഇങ്ങനെ സംസാരിക്കരുത്. ആരെയും കുറ്റപ്പെടുത്താൻ വരട്ടെ. അച്ഛൻ കാഷ്വാലിറ്റിന്ന് പുറത്തിറങ്ങിക്കോട്ടെ. സംഭവിച്ചത് എന്താണെന്നുള്ളത് അറിഞ്ഞിട്ട് മതി കുറ്റപ്പെടുത്തലും ശിക്ഷയൊക്കെ. വല്യേട്ടൻ എന്നെ വിശ്വാസം വരില്ല. ആകാശത്ത് നിന്ന് വീണ കല്ലൊന്നും അല്ല അച്ഛന്റെ തലയെ കൊണ്ടത്. തെറ്റാലി കൊണ്ട് കളിക്കുന്നത് മണിക്കുട്ടി അല്ലാതെ പിന്നെ ആരാ? എന്നെ വിശ്വാസമായില്ലെങ്കിൽ ആ മാഷിനെയും ജോലിക്കാരി ശാന്തിയെ വിളിച്ച് ചോദിക്ക്. കണ്ണുകൊണ്ട് കണ്ടതൊന്നും അവര് വിഴുങ്ങില്ല. മണിക്കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല. അച്ഛൻ അവൾക്ക് ജീവനാ. ഒരാളെ നോവിക്കാൻ അവൾക്ക് അറിയേയില്ല. എന്റെ മണിക്കുട്ടി ഒരു പാവമാ. തനിയെ ഇരുന്നപ്പോ ഒരു കല്ലെടുത്ത് സ്വയം തലക്കടിക്കാൻ അച്ഛന് തോന്നിക്കാണും. അതായിരിക്കും സംഭവിച്ചത്. അല്ല പിന്നെ. അതെ, ഇത് പിള്ളേരുകളിയൊന്നുമല്ല. തിരുമുറ്റത്തുള്ളവർക്ക് ആപത്തുണ്ടാക്കുന്ന ഒരു മാറാപ്പാണ് വല്യേട്ടൻ ഇപ്പൊ എടുത്ത് തോളത്ത് വെച്ചിരിക്കുന്നത്. ആനയടുത്ത് പോയത് പിന്നെ വല്യേട്ടൻ ഒരു രണ്ടാം ജീവിതം വേണമെന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ വല്യേട്ടൻ ഇപ്പോൾ ഞങ്ങളെപ്പോലും വേണ്ടാത്ത രീതിയിൽ മാറി തുടങ്ങിയിട്ടുണ്ട്. സൂര്യ, നീ വന്നത് അച്ഛനുണ്ടായ ആപത്തറിഞ്ഞിട്ടാണെങ്കിൽ ആ നിലയ്ക്ക് നിൽക്കെ. എന്റെ ജീവിതത്തെ ശരികളെ സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ എന്നെ ഉൾക്കൊള്ളാൻ മനസ്സുള്ളവർക്ക് കനിയെ മണിക്കുട്ടിയെ ഉൾക്കൊള്ളാൻ കഴിയും. അകത്ത് കിടക്കുന്നത് അന്യനൊന്നുമല്ല, നമ്മുടെ അച്ഛനാ. പറ്റിയ പരിക്ക് നിസ്സാരമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് കാണിക്കാദ്യം എല്ലാരും. പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ നിൽക്കുന്ന കനി ഇതിലും വലിയ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു സാധുവാ. പിന്നെ കനി ആർക്കെങ്കിലും പഴിചാരാനോ ഒറ്റപ്പെടുത്താനോ ആഗ്രഹമുണ്ടെങ്കിൽ അതെന്നോടാവാം. തെറ്റാലി കൊണ്ട് മണിക്കുട്ടിക്ക് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു.